ബാലൻ ദ ബോയ്, ചിന്ന ചിന്ന ആസൈ, സീക്രട്ട് ഓഫ് കലിംഗ, ബ്ലാസ്റ്റ്, മോളിവുഡ് ടൈംസ്, ഒബ്സഷൻ, അതുപോലെ തന്നെ ഹാപ്പി സിനിമേന്റെ 4K, അതുപോലെ തന്നെ ദൃശ്യം സിനിമേന്റെ മൂന്നാം ഭാഗത്തിന്റെ ഫൈനൽ കളക്ഷൻ എന്തായാലും പരിശോധിക്കുന്ന ചെയ്യാം നമുക്ക് ബോക്സ് ഓഫീസ്. അതിനു പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സിലിപ്പ് ചാനൽ. ആദ്യ കളക്ഷൻ നമ്മുടെ ബാലൻ ദ ബോയ് എന്ന സിനിമേന്റെയാണ്. പടത്തിന്റെ തിങ്കളാഴ്ചത്തെ കളക്ഷൻ പരിശോധിക്കാം. തിങ്കളാഴ്ച സിനിമയ്ക്ക് 1 കോടിയുടെ മുകളിലാണ് ഗ്രോസ് കാണാൻ സാധിച്ചത്. 1 കോടി 2 ലക്ഷമാണ് സിനിമയുടെ തിങ്കൾ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. പടത്തിന്റെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 14 കോടിയുടെ അടുത്ത് കാണാൻ സാധിക്കും. ഇന്നത്തെ കളക്ഷൻ വരുമ്പോൾ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 16 കോടിയിലോട്ടാണ് പോകുന്ന സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് നിലവില്. സിനിമയുടെ ടോട്ടൽ 4 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 7 കോടി 27 ലക്ഷമാണ്. കേരളത്തിൽ മാത്രം 7 കോടി 27 ലക്ഷമാണ് ബാലൻ സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അടുത്ത കളക്ഷൻ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ അഭിനയിച്ച ചിന്ന ചിന്ന ആസൈ എന്ന് പറഞ്ഞ സിനിമയാണ്. ചിത്രം തിങ്കളാഴ്ച 11 ലക്ഷമാണ് ബോക്സ് ഓഫീസിൽ കരസ്ഥമാക്കിയത്. നല്ലൊരു കളക്ഷൻ കുറവ് കാണുന്നുണ്ട് വർക്കിംഗ് ഡേയ്സിലെ സിനിമയ്ക്ക്. ഫസ്റ്റ് ഡേ തന്നെയായിട്ട് തിങ്കളാഴ്ച സിനിമ അങ്ങനെ ടോട്ടലായിട്ട് 4 ദിവസം കൊണ്ട് 80 ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസ്. പടം ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 1 കോടി മറികടന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഇന്ദ്രൻ സെറ്റിന്റെ ചിന്ന ചിന്ന ആസൈ എന്ന് പറഞ്ഞ സിനിമ. അടുത്ത സിനിമയാണ് നമ്മുടെ സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ സിനിമയാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സിനിമകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പടത്തിന് അത്യാവശ്യം നല്ല റണ്ണിങ് കാണുന്ന തിയേറ്ററുകളിൽ. ഇങ്ങനെ വാഷ് ഔട്ട് ഒന്നും ആവുന്നില്ല നിലവില്. 7 ലക്ഷമാണ് തിങ്കളാഴ്ച പടത്തിന്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പടത്തിന്റെ ടോട്ടൽ 5 ദിവസത്തെ കളക്ഷൻ 44 ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസില്. അടുത്ത സിനിമയാണ് നമ്മുടെ തമിഴിലെ ബ്ലാസ്റ്റ് എന്ന സിനിമ. അർജുൻ സർജ, പ്രീതി മുകുന്ദൻ അഭിനയിച്ച ഒരു ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. ഈ ആഴ്ചത്തോടെ സിനിമ OTT റിലീസിന് കൈമാറുകയാണ് നെറ്റ്ഫ്ലിക്സില്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 26 ദിവസമായിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 15 കോടി 14 ലക്ഷമാണ് ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും നമ്മുടെ ബ്ലാസ്റ്റ് എന്ന തമിഴ് സിനിമയ്ക്ക്. അടുത്ത കളക്ഷൻ നമ്മുടെ മോളിവുഡ് ടൈംസ് ആണ്. നമ്മുടെ നെസ്ലിൻ അഭിനയിച്ച സിനിമയാണ്. അഭിനവ് സുന്ദർ നായകയൊക്കെയാണ് പടത്തിന്റെ സംവിധായകൻ. പടത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച പടത്തിന് 4 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. 4.5 ലക്ഷം. ചിത്രം ഓൾമോസ്റ്റ് തിയേറ്റർ റിലീസിന് വന്നിട്ട് ഇപ്പോൾ നിലവില് 18 ദിവസം ആവുകയാണ്. 9 കോടി 91 ലക്ഷമാണ് പടത്തിന് ടോട്ടൽ കേരള ബോക്സ് ഓഫീസ്. വേൾഡ് വൈഡ് കേൾക്കാൻ സാധിക്കുന്ന സിനിമ ഓൾമോസ്റ്റ് 20 കോടി നേടിയെടുത്തു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പടത്തിന്റെ ബഡ്ജറ്റ് തന്നെ ഓൾമോസ്റ്റ് 15 കോടി 18 കാണുന്നുണ്ട്. 18-15 കോടിയുടെ അടുത്തായിട്ട്. പടം എന്തായാലും ഒരു ഫ്ലോപ്പിലോട്ട് നിന്നാണ് കേൾക്കാൻ സാധിക്കുന്ന നിലവില്. അടുത്ത കളക്ഷൻ നമ്മുടെ ഒബ്സഷൻ എന്ന് പറഞ്ഞ ഹോളിവുഡ് സിനിമയാണ്. ചിത്രം മാരകമായ കളക്ഷനാണ്. നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഹോളിവുഡ് സിനിമ 100 കോടിന് മുകളിലൊക്കെ ഗ്രോസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ് ഒബ്സഷൻ എന്ന സിനിമയിലൂടെ. ഈവൻ കേരളത്തിലെ സിനിമയ്ക്ക് തിങ്കളാഴ്ച 4 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിച്ചത്. ഒബ്സഷൻ എന്ന് പറഞ്ഞ ഹോളിവുഡ് സിനിമ 25 ദിവസം കൊണ്ട് ചിത്രം 4 കോടി 80 ലക്ഷമാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം സിനിമ നേടിയെടുത്തത്. അടുത്ത സിനിമ ഹാപ്പി 4K സിനിമ തന്നെയാണ്. നമ്മുടെ അല്ലു അർജുന്റെ വീണ്ടും തിയേറ്റർ റിലീസിന് വന്ന ഹാപ്പി സിനിമേന്റെ മലയാളം പകർപ്പ് 4K. ചിത്രം തിങ്കളാഴ്ച ഓൾമോസ്റ്റ് 2.10 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 1 ലക്ഷത്തിന് മുകളിലാണ് ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്ന നിലവിൽ ഇതുവരെയായിട്ട്. എന്തായാലും ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ പരിശോധിക്കുമ്പോൾ സിനിമയ്ക്ക് 11 ദിവസം കൊണ്ട് 1 കോടി 48 ലക്ഷമാണ്. എന്തായാലും ഫൈനൽ കളക്ഷൻ 2 കോടി നേടുക്കുമ്പോൾ എന്ന് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത കളക്ഷൻ നമ്മുടെ ദൃശ്യം സിനിമേന്റെ മൂന്നാം ഭാഗത്തിന്റെ തന്നെയാണ്. ചിത്രത്തിന് തിയേറ്റർ റിലീസ് നമുക്കറിയാം OTT റിലീസിന് കൈമാറി. എന്നാൽ പോലും പടത്തിന് ഫൈനൽ റണ്ണിങ് കാണുന്നുണ്ട് പല തിയേറ്ററുകളിലായിട്ട്. ഈ തിങ്കളാഴ്ചയും സിനിമയ്ക്ക് 1.80 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 90 കോടി 14 ലക്ഷമാണ് ബോക്സ് ഓഫീസ് 33 ദിവസം കൊണ്ട് കാണാൻ സാധിച്ചത്. എന്തായാലും ചിത്രത്തിന്റെ വേൾഡ് വൈഡ് 239 കോടിയുടെ അടുത്താണ് അറൗണ്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഫൈനൽ റണ്ണിങ് 240 കോടിയിൽ അവസാനിക്കാൻ പോകുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ ദൃശ്യം 3 സിനിമയ്ക്ക്. എന്തായാലും കാത്തിരിങ്ങനെ ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ കേരള ബോക്സ് ഓഫീസിനായിട്ടും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ടും. സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായം ബുക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിങ്ങനെ ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരുന്നു. പക്ഷേ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സിലിപ്പ് ചാനൽ.